പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 28 വാക്യം. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയരെ, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ ഈശോയ്ക്ക് യുഗാവസാനം വരെയും നമ്മെക്കുറിച്ച് കരുതലും നമ്മോട് സ്നേഹവും നമ്മെ വീണ്ടെടുക്കുവാനുള്ള ദാഹവും ഉണ്ട്. അവിടുത്തെ ആ ഹിതം കുരിശിൻ ചുവട്ടിൽ നിന്ന് ആദ്യം കേട്ട ഒരാൾ അവിടുത്തെ അമ്മയായ പരിശുദ്ധ മറിയമാണ്. അമ്മ മകനെ മനസ്സിലാക്കിയതുപോലെ ഈ ലോകത്തിൽ ആരും ഈശോയെ അറിഞ്ഞിട്ടുണ്ടാകില്ല. മുറിവേറ്റ് കുരിശിൽ പിടയുന്ന ഈശോയുടെ ഹൃദയത്തോട് നമ്മെ ചേർത്ത് വയ്ക്കുവാനുള്ള ദൗത്യം കുരിശിൻ ചുവട്ടിൽ നിന്ന് ഏറ്റെടുത്ത് അവിടുത്തെ ദാഹം ശമിപ്പിക്കാൻ ശ്രമിച്ച ആദ്യത്തെ ആൾ അവിടുത്തെ പ്രിയപ്പെട്ട അമ്മയാണ്. ഓരോ ദിവസവും അമ്മ നമ്മളെ അവിടുത്തെ പ്രിയപുത്രനോട് അടുപ്പിച്ച് നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് സഹരക്ഷകയായ മറിയം നമ്മിൽ നിന്ന് അനുകൂലമായ മറുപടി തേടുന്നുണ്ട്. നമുക്ക് അമ്മയോട് പറയാം, പരിശുദ്ധ മറിയമേ, എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, എനിക്കായി കുരിശിൽ മരിച്ച് എന്നെ വീണ്ടെടുത്ത എൻ്റെ ഈശോയുടെ ദാഹം ശമിപ്പിക്കാൻ എന്നെ യോഗ്യയാക്കണമേ. അമ്മ സ്നേഹിച്ചതുപോലെ എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ എനിക്ക് വേണ്ടി നിത്യം പ്രാർത്ഥിക്കണമേ. കുരിശിൻ ചുവട്ടിൽ നിന്ന് അമ്മ ആരംഭിച്ച മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള യാത്രയിൽ എന്നെയും ചേർക്കണമേ. ആമേൻ. ആവേ മരിയ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.